അമ്മ എന്ന വിളി അധ്യായം 3. രാത്രി ഏറെ വൈകിയാണ് നയൻതാര വീട്ടിലെത്തിയത്. വീട്ടുമുറ്റത്ത് വിളക്കുകൾ കത്തുന്നുണ്ടായിരുന്നു. അമ്മ സരസ്വതി വാതിൽ തുറന്നപ്പോൾ ആദ്യം കണ്ടത് നയൻതാരയുടെ മുഖമായിരുന്നു. പിന്നെ അവളുടെ കൈകളിലിരുന്ന കുഞ്ഞിനെയും. അമ്മയുടെ മുഖത്തെ സന്തോഷം ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു. ഇതാരുടെ കുഞ്ഞാണ് നയൻതാര? അമ്മ തിരക്കി. നയൻതാര ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു, അമ്മേ, ആദ്യം ഞാനൊന്ന് അകത്ത് കയറട്ടെ, എല്ലാം പറയാം. ഇന്നലെ തുടങ്ങിയ അലച്ചിലാണ് എൻ്റേത്. അവൾ അകത്തേക്ക് കയറി. അച്ഛനും അനിയനും ഹാളിലേക്ക് വന്നു. എല്ലാവരുടെയും കണ്ണുകൾ അഞ്ജുവിലായിരുന്നു. അഞ്ജു ഭയമില്ലാതെ എല്ലാവരെയും നോക്കി ചിരിച്ചു. അല്പസമയം കഴിഞ്ഞ് നയൻതാര ട്രെയിനിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കാവ്യ എന്നൊരു സ്ത്രീയെ പരിചയപ്പെട്ടതും ആ സ്ത്രീ ഒരു കുഞ്ഞിനെ തൻ്റെ കയ്യിൽ തന്ന് എവിടെയോ മാഞ്ഞു പോയതും താൻ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്ത് പോയതും പരാതിപ്പെട്ടതും അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോയതും അവിടെ അനാഥാലയത്തിൽ നിന്നും വന്ന ആൾക്കാരിൽ നിന്നും അഞ്ജുവിനെ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഏറ്റെടുത്തതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നിടവിടാതെ തന്നെ അവൾ വിശദമായി തന്നെ പറഞ്ഞു. വീട്ടിൽ നിശബ്ദത പരന്നു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആദ്യം സംസാരിച്ചത് അച്ഛനായിരുന്നു. നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കാം, പക്ഷേ ഈ നാട്ടിൽ ജീവിക്കാൻ എൻ്റെ വിശ്വാസം മാത്രം പോരാ. നാട്ടുകാർ ഈ കഥയൊക്കെ വിശ്വസിക്കുമോ? ആ ചോദ്യം നയൻതാരയുടെ ഹൃദയത്തിൽ തട്ടി. ശരിയാണ്, നാട്ടുകാരിതൊന്നും വിശ്വസിക്കില്ല. അച്ഛാ, ഒരു കുഞ്ഞിനെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കൂ. അവൾ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വളരെ സുരക്ഷിതയായി അവൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ കൈയൊന്നും വിടാതെയാണ് അച്ഛാ പോലീസ് സ്റ്റേഷനിൽ നിന്നത്. അച്ഛൻ പറയൂ, എങ്ങനെയാണ് ഞാൻ ഇവളെ ഉപേക്ഷിക്കുക? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, നീ ചെയ്തത് തെറ്റല്ല, പക്ഷേ ഈ സമൂഹം അത് നിന്നെ മനസ്സിലാക്കില്ല. സാരമില്ല, നീ എന്തായാലും വിശ്രമിക്ക്, നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടതെന്ന് സഹോദരൻ പറഞ്ഞു. അപ്പോഴാണ് പുറത്തുനിന്ന് ആരോ വിളിച്ചത്. സരസ്വതി ചേച്ചി! അയൽവാസിയായ ദേവികയാണത്. ഈ ദേവികയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരദൂഷണത്തിൻ്റെ റാണി എന്ന് വേണം പറയാൻ. ഒരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരുപാട് വിശദീകരിച്ച് ഒരു കുളമാക്കി തരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ദേവിക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവളെ പേടിയുമാണ്. സരസ്വതി ചേച്ചി തലയ്ക്ക് കൈ കൊടുത്തു. ഓ, ഈ കുഞ്ഞിനെ കണ്ട ഇനി ഇവളെന്താ പറഞ്ഞുണ്ടാക്കുക? അപ്പോഴേക്കും ദേവിക ഒരു മുന്നറിയിപ്പും കൂടാതെ അകത്തേക്ക് കയറി. അവൾ നയനയെയും അഞ്ജുവിനെയും മാറി മാറി നോക്കി. ദേവിക എന്താ ഈ നേരത്ത്? സമയം 10 കഴിഞ്ഞല്ലോ, എവിടെയെങ്കിലും പോയതാണോ? സരസ്വതി തിരക്കി. ആ ചേച്ചി, ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് പോയതായിരുന്നു. അപ്പം തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഒരു വർത്താനവും കേട്ടു, വെളിച്ചവും കണ്ടു. അപ്പം നയൻതാരയുടെ ഒച്ച പോലെ എനിക്ക് തോന്നി. അപ്പം മോള് വന്നല്ലോ എന്ന് വിചാരിച്ചൊന്ന് കാണാൻ കയറിയതാ. ആ, കണ്ടു. ഇതേതോ കൂടെ ഒരു കൊച്ച്. ദേവിക തിരക്കി. ചോദ്യം കേട്ടതോടെ വീട്ടുകാരുടെ മുഖം മാറി. നയൻതാര സമാധാനമായി എല്ലാം പറഞ്ഞു. പക്ഷേ ദേവികയ്ക്കത് വിശ്വസനീയമായി തോന്നിയില്ല. ട്രെയിനിൽ ഒരാൾ കുഞ്ഞിനെ തന്നിട്ട് പോവേ? ഏതമ്മയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ആരാ ഇതൊക്കെ വിശ്വസിക്കുക? എൻ്റെ സരസ്വതി ചേച്ചി, ഇവൾ നിങ്ങളെ എന്തൊക്കെയോ പറഞ്ഞ് പറ്റിക്കുക. 3 വർഷമായില്ലേ ഇവിടെ നിന്ന് പോയിട്ട്. അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ കല്യാണം കഴിച്ചതായിരിക്കും, അവളുടെ കൊച്ചായിരിക്കും ഇത്, ദേവിക പറഞ്ഞു. ദേവിക ചേച്ചി, വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ അത്രക്കാരിയല്ല. ചേച്ചി അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് എന്നെ അങ്ങനെ ആ ഒരു കൂട്ടത്തിൽ പെടുത്തണ്ട എന്ന് നയൻതാര കയർത്തു പറഞ്ഞു. ദേവിക ദേഷ്യത്തോടെ പുറത്തേക്കിറങ്ങി. സരസ്വതി നിസ്സഹായയായി നയൻതാരയെ നോക്കി. എന്തിനാ മോളെ നീ അങ്ങനെയൊക്കെ പറയാൻ പോയത്? നാളെ ഇനി നാട്ടുകാരുടെ മുമ്പിൽ എന്തൊക്കെയായി സ്ത്രീ പറഞ്ഞു നടക്കാമെന്ന് ആർക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി പുറത്തേക്കിറങ്ങി. ദേവിക, ഒന്ന് നിൽക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ സരസ്വതി ചേച്ചി, എന്താ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേവിക, നീ ഒന്നും വിചാരിക്കരുത്. ഇനി ഇത് നാട്ടിലൊന്നും പാട്ടാക്കാനൊന്നും നിൽക്കരുത്. മോള് അത് സങ്കടം കൊണ്ട് പറഞ്ഞതാ, നീ അത് വിട്ടേക്ക്.
ഞാൻ ആരോടും പറഞ്ഞു നടക്കാനൊന്നും പോകുന്നില്ല ചേച്ചി. പക്ഷേ ഇവളിത് എന്ത് ഭാവിച്ചാ ഈ ഒരു കുട്ടീനെയും കൂട്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കൊന്നും വേണ്ടേ? കഷ്ടം തന്നെ എന്നും പറഞ്ഞ് ദേവിക തൻ്റെ വീട്ടിലോട്ട് പോയി. പിറ്റേന്ന് രാവിലെ നാട്ടിൽ ഈ ഒരു വാർത്ത മുഴുവൻ പരന്നിരുന്നു. നയൻതാര ഒരു കുഞ്ഞുമായി വന്നിരിക്കുന്നു. കല്യാണം പോലും കഴിച്ചിട്ടില്ല, അപ്പോഴേക്കൊരു കുഞ്ഞുമായിട്ട് വന്നിരിക്കുന്നു. ഈ ട്രെയിനിൽ പറയുന്ന കഥകളൊക്കെ വെറുതെ ആയിരിക്കും, എല്ലാം ഓരോ തട്ടിക്കൂട്ടിലായിരിക്കുമെന്നേ. ആ കൊച്ചു അവളുടേതാവാനാ ചാൻസ്. നാട്ടിലൊട്ടും ഇങ്ങനെ പല പല സംസാരങ്ങളായി പല സംഭാഷണങ്ങളും നടന്നു. ഇടയ്ക്കൊന്ന് നയൻതാര പുറത്തിറങ്ങിയാലോ എല്ലാവരുടെ കണ്ണുകൾ അവളിലായിരുന്നു. അവൾ തല കുനിച്ചു നടന്നു. പക്ഷേ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾ കരഞ്ഞു. അന്ന് വൈകുന്നേരം അഞ്ജു പനിയോടെ കരയുകയായിരുന്നു. നയൻതാര പരിഭ്രാന്തയായി. അവൾ കുഞ്ഞിനെയും എടുത്ത് ആശുപത്രിയിലേക്ക് ഓടി. അവിടെ വെച്ചാണ് അവൾ അവനെ വീണ്ടും കാണുന്നത്. വിമൽ, സ്കൂൾ കാലം മുതൽ അവളെ സ്നേഹിച്ചിരുന്ന വിമൽ. അവൻ ഓടി വന്നു. നയനെ, എന്താ പറ്റിയത്? അവൻ തിരക്കി. അഞ്ജു, അല്ല, എൻ്റെ മോൾക്ക് പനിയാ, നയൻതാര കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം പോലും വൈകാതെ വിമൽ അഞ്ജുവിനെ എടുത്തു. ഭയപ്പെടേണ്ട, ഞാനുണ്ടല്ലോ. ആ വാക്കുകൾ കേട്ടപ്പോൾ പല ദിവസങ്ങൾക്കു ശേഷം ആദ്യമായി നയൻതാരയ്ക്ക് ഒരു സുരക്ഷിതത്വം തോന്നി. പക്ഷേ അവൾ അറിഞ്ഞിരുന്നില്ല ഈ മനുഷ്യൻ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറുമെന്ന്. തുടരും.